ഹലോ ഗൈസ്, ഇതെന്താണെന്നൊക്കെ മനസ്സിലായോ? അപ്പം ഞങ്ങൾ ഇവിടെ ഇതിനെ ചിലിമ്പി എന്ന് പറയും കേട്ടോ. ചിലിമ്പിങ്ങ ചിലിമ്പിക്ക എന്നൊക്കെ പറയും. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് കമൻറ്റ് ചെയ്യണേ. അതുകൂടാതെ ഇതിന് ഇരുമ്പൻ പുളിയെന്നും പേരുണ്ട് കേട്ടോ. ധാരാളമായിട്ടും ഇരുമ്പടങ്ങിയത് കൊണ്ട് തന്നെയാണ് ആ ഒരു പേര് വന്നത്. അതുകൂടാതെ കാർബോഹൈഡ്രേറ്റ്, ഫൈബർ, പ്രോട്ടീൻ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇതിന് ധാരാളം ദോഷങ്ങളും ഉണ്ട് കേട്ടോ. നമ്മളിത് ഓവറായിട്ടും കഴിക്കാൻ പാടില്ല. വല്ലപ്പോഴൊക്കെ അച്ചാറിട്ട് കഴിക്കുന്നതിന് കുഴപ്പമില്ല. നമ്മൾ സ്ഥിരമായിട്ടൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വൃക്കയ്ക്ക് ഇത് തകരാറുണ്ടാക്കുന്നു കേട്ടോ പറയുന്നത്. അപ്പം ഞാൻ വന്നപ്പോഴത്തേന് ഇതിൽ പായ ഉണ്ടാകുന്ന സമയം കഴിഞ്ഞു പോയായിരുന്നു കേട്ടോ. 2-3 നിൽക്കുന്നുണ്ട്, പഴുത്ത് നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ ചിലരൊക്കെ കൊളസ്ട്രോൾ കുറയാനായിട്ട് ഇതിന് ജ്യൂസ് അടിച്ചൊക്കെ സ്ഥിരമായിട്ടും കുടിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല. വല്ലപ്പോഴും കഴിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വൃക്കയ്ക്ക് തകരാറുണ്ടാക്കുന്നു കേട്ടോ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ വല്ലപ്പോഴും ഒക്കെ അച്ചാറിട്ട് ശകലം കഴിക്കുക. നമ്മൾ സ്ഥിരമായിട്ടൊന്നും ഇത് കഴിക്കാൻ പാടില്ല. ഇതിന് ഒത്തിരി ദോഷങ്ങളുണ്ട്. പ്രധാനമായിട്ടും വൃക്കയെ തന്നെയാണ് കേട്ടോ ഇത് ബാധിക്കുന്നത്. അതുകൊണ്ട് ആരും ഇത് ഓവറായിട്ട് കഴിക്കരുത്.